ഡബിൾ ചിൻ നിങ്ങളെ ബോധർ ചെയ്യിപ്പിക്കുന്നുണ്ടോ? സെൽഫ് കോൺഫിഡൻസ് കുറയ്ക്കുന്നുണ്ടോ? പ്രായമായി എന്നൊരു ഫീൽ നിങ്ങളെ തളർത്തുന്നുണ്ടോ? എങ്കിൽ വാ, നമ്മൾക്ക് ഡോക്ടർ എറിക് ബർഗർ പറഞ്ഞ ഒരു 4 എക്സർസൈസ് ഉണ്ട് ഈ ഡബിൾ ചിന്നെല്ലാം മാറ്റാനായിട്ട്. അതൊന്ന് ചെയ്യാം. എനിക്കും ഡബിൾ ചിന്നും ചുക്കും ചുളിവും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു ഡോക്ടർ എറിക് ബർഗർ പറഞ്ഞതനുസരിച്ച് ആ 4 എക്സർസൈസും ഒരു മാസം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇത് കുറയുമോന്നൊന്ന് അറിയാമല്ലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും, നിങ്ങളും കൂടി എൻ്റെ കൂടെ പോരും കേട്ടോ. ഡബിൾ ചിൻ ഉള്ളവരൊക്കെ, ഇല്ലാത്തവരാണെങ്കിലും ഒരു 40 വയസ്സെങ്കിലും ആയിട്ടുള്ളവർ കണിശമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്താൽ ഈ 70 വയസ്സായി കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നത് പോലെ കഷ്ടപ്പെടേണ്ടി വരുകയല്ലേ കേട്ടോ. അപ്പം നമുക്ക് നല്ലപോലെ ടോൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ സൈഡ് വ്യൂവിൻ്റെ ഒരു സെൽഫി എടുത്ത് വെക്കണം. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് ഈ എക്സർസൈസ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഒന്നെടുത്ത് നോക്കണം. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ല ദിവസവും നമ്മുടെ മുഖം കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ വ്യത്യാസം ഒരിക്കലും മനസ്സിലാകത്തില്ല. നമ്മളവർക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന്, പക്ഷേ ഉണ്ട്, ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ സെറ്റല്ലേ? നമ്മൾ എക്സർസൈസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ദയവായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യിച്ചിട്ട് കാണണം. കാരണം എന്താണെന്ന് അറിയാമോ? എനിക്ക് കൂടുതൽ സബ്സ്ക്രിപ്ഷൻ കൂടാനായിട്ടൊന്നും അല്ല മെയിനായിട്ട്. പിന്നെയോ ഞാൻ എൻ്റെ ഈ എക്സർസൈസ് ടിപ്പുകൾ, ഇങ്ങനെ ഫേഷ്യൽ യോഗയും വയറ് കുറയ്ക്കുന്നതിന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ പിന്നെയും ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവോ എന്ന് എൻ്റെ കമന്റിൽ വന്നിടുന്നു. അപ്പം നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ അന്നേരം ഞാൻ റിപ്പീറ്റ് ആയിട്ട് നിങ്ങളോട് പറയണ്ട, അയ്യോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്നടുത്ത് പോയി നോക്കുന്നൊന്നും പറയേണ്ട കാര്യമില്ല. ചിലപ്പോൾ എനിക്ക് സമയം കിട്ടത്തില്ല എല്ലാ കമൻസിനും മറുപടി പറയാനായിട്ട്. അതുകൊണ്ട് പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. എൻ്റെ ഈ എക്സർസൈസിൻ്റെയും ബ്യൂട്ടി ടിപ്പിൻ്റെയും ഒക്കെ കാര്യങ്ങൾ വീഡിയോ ഇടുമ്പോൾ അതൊന്ന് സേവ് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് എക്സർസൈസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ആ വാച്ച് ലിസ്റ്റിൽ പോയി നോക്കിയിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പം ഈസി ആയിട്ട് എന്നോടൊപ്പം എക്സർസൈസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ എക്സർസൈസിലേക്ക് പോകാം. ഇന്ന് നമ്മൾ 4 എക്സർസൈസുകളാണ് ചെയ്യാൻ പോകുന്നത്. വെറും 4 മിനിറ്റ് മാത്രം മതി ചെയ്യാൻ. 2 നേരം ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ, ഡബിൾ ചിൻ എല്ലാം കുറയ്ക്കാനായിട്ട്. ആദ്യത്തെ എക്സർസൈസ് ഓപ്പൺ ആൻഡ് ക്ലോസ് മൗത്ത് ആണ്. അതിനായി നമ്മളൊന്ന് ചിരിക്കുന്നത് പോലെ ഇരിക്കണം. എന്നിട്ട് ആ പോസിൽ വായ നല്ലവണ്ണം തുറക്കണം. എന്നിട്ട് പതുക്കെ ക്ലോസ് ചെയ്യണം. ഇതുപോലെ ഒരു 10 പ്രാവശ്യം അല്ലെങ്കിൽ 1 മിനിറ്റ് നേരം ചെയ്യണം. ഇങ്ങനെ വാ തുറക്കുമ്പോൾ ആ കഴുത്തിലേക്ക് നോക്കിയാൽ ആ മസിൽസ് ഒക്കെ വലിഞ്ഞു മുറുകുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ചെറിയ ഡിസ്കംഫർട്ടും ഒക്കെ തോന്നിച്ചേക്കാം. അത് സാരമില്ല കേട്ടോ. ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യണം. ഇനി രണ്ടാമത്തെ എക്സർസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട ഒരു ഫേസ് ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ ഒന്ന് ഇളിച്ച് പിടിക്കണം. നമ്മളൊന്ന് ഇളിച്ച് പിടിക്കണമെന്ന് പറയുന്നതാണ്. അതിനായി നമ്മൾ പിണങ്ങി നിൽക്കുന്നത് പോലെ നിന്നിട്ട് പല്ല് കാണിക്കാതെ ഒന്ന് ഇളിക്കണം. ഇതുപോലെ. അപ്പോഴും നോക്കിക്കേ, കഴുത്തിലെ മസിലൊക്കെ ആക്ടിവേറ്റ് ആയി സ്ട്രെച്ച് ആവുന്നത്. ഇതും 1 മിനിറ്റ് നേരെ ഇതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ 10 പ്രാവശ്യം ചെയ്യണം. ഇത് ചെയ്ത് കഴിയുമ്പോൾ നെക്കിന് നല്ലൊരു ചൂട് തോന്നും, ഒരു പുള്ളിങ് ഒക്കെ തോന്നും, ചെറിയൊരു വേദനയും തോന്നും. അതെല്ലാം ഗുഡ് സൈൻസ് ആണ് കേട്ടോ. ഇനി എക്സർസൈസ് നമ്പർ 3. അതിനായി നമ്മളൊരു കസേരയിൽ ഇരിക്കണം. കസേരയിൽ ഇരുന്നു കൊണ്ട് തല പുറകോട്ട് എന്തുമാത്രം കൊണ്ടുപോകാമോ അത്രയും കൊണ്ടുപോകണം. എന്നിട്ട് നമ്മുടെ താടിയല് അല്ലെങ്കിൽ ലോവർ ജോ ഉള്ള ശക്തിയിൽ കഴിയുന്നിടത്തോളം വായ തുറക്കാതെ മുന്നോട്ട് നീട്ടണം. ഇതുപോലെ. ഇങ്ങനെ ഇത് നീട്ടുമ്പോഴും നമ്മുടെ കഴുത്തിലെ ആ പേശികളെല്ലാം ശരിക്കും ഒന്ന് സ്ട്രെച്ച് ആകുന്നു നമുക്ക് ഫീൽ ചെയ്യും. ഇച്ചിരി വിഷമം പോലെ തോന്നുകയും ചെയ്യും കേട്ടോ. ഇതും ഒരു 10 പ്രാവശ്യം അല്ലെങ്കിൽ 1 മിനിറ്റ് നേരം ചെയ്യണം. ഇനിയും എക്സർസൈസ് നമ്പർ 4. ഇത് നമ്മൾ കിടന്നുകൊണ്ട് വേണം ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ ബെഡിലാണ് കിടക്കുന്നത്. ബെഡ് നമ്മുടെ തല ശരിക്കും ഹാങ് ചെയ്യണം കേട്ടോ. ഒരു സപ്പോർട്ടും ഇല്ലാതെ തല ഇങ്ങനെ ഹാങ് ചെയ്ത് വേണം കിടക്കാൻ. ശരിക്കും തല ഇതുപോലെ തൂക്കിയിട്ട് കിടക്കണം. വിടാതെ സൂക്ഷിച്ചോണം കേട്ടോ. ഊർന്ന് താഴോട്ട് പോകാതെ സൂക്ഷിച്ചോണം.
അങ്ങനെ കിടന്നിട്ട് നമ്മൾ മെല്ലെ തല പൊന്തിച്ച് ചിഹ്നുണ്ടല്ലോ നമ്മുടെ ചെസ്റ്റിലോട്ട് കൊണ്ട് മുട്ടിക്കാനായിട്ട് ശ്രമിക്കണം. ദേ ഇതുപോലെ. ഇതും 10 പ്രാവശ്യം അല്ലെങ്കിൽ 1 മിനിറ്റ് നേരം ചെയ്യണം. ഇത് കാണുന്ന പോലെ വലിയ ഈസി അല്ല കേട്ടോ, ശരിക്കും ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് നല്ല സ്ട്രെങ്ത് എടുത്ത് വേണം ആ തല, ഹാങ് ചെയ്ത് കിടക്കുന്ന തല മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്. ഇത് ചെയ്യുമ്പോഴും നമ്മുടെ നെക്കിന് നല്ല നല്ല ബേണിങ്ങും ഒരു വേദനയും ഒക്കെ ഉണ്ടാകുന്ന പോലെ നല്ലപോലെ ഫീൽ ചെയ്യും. സാരമില്ല, 2 ദിവസം ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് യൂസ്ഡ് ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിൾ ചിൻ കുറയ്ക്കാനായിട്ടുള്ള എക്സർസൈസ്. ഇന്ന് മെയ് 1-ാം തീയതിയാണ്. ജൂൺ 1-ന് ഞാൻ എൻ്റെ ഡബിൾ ചിന്നും ചുളിവും ഒക്കെ മാറിയോ എന്ന് കാണിക്കാനായിട്ട് വരുന്നതായിരിക്കാം. കുറച്ച് യാത്രയൊക്കെ ഉണ്ട്, എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഴിയുന്നതും എക്സർസൈസ് ചെയ്യാനായിട്ട് നോക്കും. എനിവേ, ജൂൺ 1-ാം തീയതി ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും എൻ്റെ റിസൾട്ടുമായിട്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് പറയാനായിട്ട് മറക്കരുത് കേട്ടോ. കാരണം നമ്മളിത് ചലഞ്ചായിട്ട് എടുത്ത ഒരു കാര്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ.